നമസ്കാരം. കർണാടക നിയമസഭയിൽ കോൺഗ്രസ് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിനെ അവരെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട ഒരു വലിയ ഒരു വിഷയമുണ്ട്. ഈ വിഷയം എന്ന് വെച്ചാൽ കർണാടകയിലെ ഉള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രതിരോധ കായിക പരിശീലനം സർക്കാർ നൽകുമെന്ന്. ഇത് കേട്ട സമയത്ത് നമ്മൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കായിക പരിശീലനം എന്നുള്ളത് ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് മാത്രം കൊടുക്കേണ്ട കാര്യമാണോ? അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾ അവർക്കത് വേണം, ഇല്ല എന്നല്ല, പല രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക മതവിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു വിവേചനമല്ല. വിവേചനം എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഈ ഒരു ലക്ഷ്യത്തിന്റെ പിന്നിൽ എന്താണെന്ന് നമ്മളൊന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ആശയം ഈ കർണാടകയിലെ ഈ സുഡാപ്പികളുടെ മനസ്സിലുണ്ട്. ഈ സുഡാപ്പികൾ ആണ് യഥാർത്ഥത്തിൽ ഈ കട്ടിംഗ് സൗത്തിനായിട്ടുള്ള ലക്ഷ്യപ്രാപ്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്ക് വലിയ രീതിയിൽ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തെ സർക്കാർ കൃത്യമായിട്ട് അവിടെയുള്ള പെൺകുട്ടികൾക്ക് മാത്രം, മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം ശാരീരിക പരിശീലനം, പ്രതിരോധ പരിശീലനം നൽകുന്ന രീതിയിലേക്കുള്ള ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഒരു സമൂഹം പോകുന്നത്. കർണാടകയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സ്ഥിതി കൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്? കൃത്യമായിട്ട് നമുക്ക് പറയാം, BJP സർക്കാർ അഴിമതി നല്ല പോലെ നടത്തിയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള അഴിമതി പ്രവർത്തനങ്ങളൊക്കെ കർണാടകയിൽ BJP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾ പ്രതികരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നതിന് പകരം, അവർക്കെതിരെ വോട്ട് ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അവിടുത്തെ ഹൈന്ദവ സമൂഹം വോട്ട് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിലെ അധികാരത്തിൽ എത്താൻ പറ്റും. പക്ഷേ BJPയോടെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിർബന്ധിത മതപരിവർത്തന നിരോധിത ബില്ല്. നിർബന്ധിത മതപരിവർത്തന നിരോധിത ബില്ല് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലോ, പല രീതിയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം മാറ്റുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവർക്കെതിരെയൊക്കെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുക. അതോടൊപ്പം തന്നെ ഗോവധം നിരോധിക്കുക, കൂട്ടത്തിൽ ജിഹാദി ഭീകരവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. ഈ വിധ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് പശുവിനെ വലിയ രീതിയിൽ ഒരു പുണ്യമൃഗമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഗോമാതാവിന്റെ ആ ഒരു ഭക്തിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഹൈന്ദവ സമൂഹത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അവരത് സ്വീകരിച്ചതുമാണ് സർക്കാരിന്റെ ഈ നിലപാട്. അതോടൊപ്പം തന്നെ ഈ നിർബന്ധിത മതപരിവർത്തന ബില്ലിനെയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ സർക്കാർ പാസ്സാക്കുന്നതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ദേശീയവാദികൾക്കിടയിൽ അത് കൃത്യമായിട്ടുണ്ട്. അതിന്റെ പേരിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൽ വലിയ തരത്തിൽ മണ്ടത്തരമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവിടുത്തെ ഹൈന്ദവ സമൂഹം തന്നെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ചെയ്യുന്ന കലാപരിപാടിയാണ് ഇതൊക്കെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ ചെയ്യുന്നത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ITA സ്ഥാപിക്കും. ഇതാണ് ഈ പറയുന്ന ബഡ്ജറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതോടൊപ്പം തന്നെ ഈ മക്കയിലേക്ക് പോകുന്ന അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ആ കേന്ദ്രത്തിനുള്ള വലിയ രീതിയിലുള്ള വിപുലീകരണത്തിനായിട്ടുള്ള സാമ്പത്തികം കുറെ കൊടുക്കുക. ഇതൊരു മതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയോ വിഷയങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകൾ തന്നെയാണെന്നുള്ളത് തർക്കമില്ല. അവർക്കത് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത്? ഇതാണ് രാഷ്ട്രീയത്തിലുള്ള മതരാഷ്ട്രീയ പീഡനം അല്ലെങ്കിൽ പ്രീണനം എന്നുള്ള രീതിയിലേക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സംവിധാനത്തെയാണ് നമ്മൾ ഭാരതീയരായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റേണ്ടത്. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനെതിരെയാണോ ഈ സംസാരിക്കുന്നത്? അങ്ങനെയാണോ BJP മനോഭാവമുള്ള ആളുകൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണോ ദേശീയവാദികൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ഇസ്ലാമിക സമൂഹത്തിനോട് ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം. നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ദേശീയത എന്താണ്?
APJ അബ്ദുൽ കലാം ഇസ്ലാമാണ്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ, രാഷ്ട്രപതിയായിട്ടിരുന്നു. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ എന്തൊരു വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മൂല്യം എന്താണെന്ന് ഭാരതത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ അദ്ദേഹം ISROയിൽ പ്രവർത്തിച്ച സമയത്തും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് ഭാരതത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വിശ്വസിക്കുന്ന ഭാരതത്തിലെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഇവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രീണന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കർണാടകയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും 14% താഴെ മാത്രമുള്ള വോട്ട്, സംഘടിത വോട്ടിന്റെ പേരിലാണ് ഈ പറയുന്ന കലാപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ സിദ്ധരാമയ്യ സർക്കാർ അവിടെ തയ്യാറാവുന്നത്. സിദ്ധരാമയ്യ എന്നല്ല പറയുന്നത്, സിദ്ധരാമയ്യെ വേറെ പേരിൽ വിളിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിദ്ധരാമയ്യെ പോലെയുള്ള മുഖ്യമന്ത്രിമാര് ഒരു സംസ്ഥാനത്തിന്റെ എല്ലാവിധ വിഷയങ്ങളും താറുമാറാക്കി, വികസന മുരടിപ്പുണ്ടാക്കി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി, വലിയ രീതിയിൽ തന്നെ അവിടുത്തെ MLA പോലും ഏകദേശം ഒരു 60 MLA മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നു. വിഷയം എന്താണ്? അവർക്ക് സ്വതന്ത്രമായിട്ട് വികസന പ്രവർത്തനം നടത്താനുള്ള സാമ്പത്തികം അനുവദിക്കാത്തതിന്റെ പേരിൽ കൃത്യമായിട്ട് സിദ്ധരാമയ്യക്കെതിരെ സംസാരിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഫണ്ട് മാറ്റി വെക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടിയാണ് ഈ ബഡ്ജറ്റിലല്ല, അതിന് മുന്നത്തെ ബഡ്ജറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ജിഹാദി ഗ്രൂപ്പുകളെ പോലും വലിയ രീതിയിൽ അനുനയിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്താണ് ഇവർ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക? ബാംഗ്ലൂർ കലാപം 2021 ഉണ്ടായതാണ്. എങ്ങനെയുണ്ടായി? ഒരു ശ്രീകൃഷ്ണ ജന്മദിന ദിവസം ഒരു കോൺഗ്രസ് നേതാവിന്റെ തന്നെ ഭാര്യ സഹോദരൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട് ശ്രീകൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട്. അതിനടിയിൽ വന്നുകൊണ്ട് ഒരു സുഡാപ്പി ഭീകരൻ വന്ന് ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന തരത്തിലേക്ക്, ഹൈന്ദവ ധർമ്മത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടതിന് തിരിച്ച് വീണ്ടും ഇദ്ദേഹം ഒരു കമന്റ് ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ ഒരു വർഗീയമായിട്ട് പൂർണ്ണമായിട്ട് ഒരു കലാപത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു PFIയുടെ പ്രവർത്തകർക്കുണ്ടായത്. ആ PFI പ്രവർത്തകരെ കൃത്യമായിട്ട് അന്നത്തെ BJP സർക്കാർ, PFIയുടെയും SDPയുടെയും പ്രവർത്തകരുണ്ട്, ഇവരെ BJP സർക്കാർ ജയിലിൽ അടക്കുകയും ജയിലിൽ അടച്ച് അവരെ UAPA 196 ആളുകൾ പോലും ഉണ്ട് ഈ പറഞ്ഞ ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്നത്. ഇവരെ UAPA പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇവരെ പുറത്തേക്ക് വിടാനും ഈ ബാംഗ്ലൂർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള കേസ് എഴുതി തള്ളാനുമുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള P. പരമേശ്വര പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ കേസ് എഴുതി തള്ളുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. രാജ്യദ്രോഹികളായിട്ടുള്ള ഭീകരന്മാർ നടത്തിയ, ആസൂത്രിതമായിട്ട് നടത്തിയ കലാപം, അത് എത്രയും നാളുകൾക്ക് മുൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നു. ആയുധപരമായിട്ടും എല്ലാ രീതിയിലും നമ്മുടെ നിയമ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭീകരവാദികൾ കൃത്യമായിട്ട് ആക്രമണ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബാംഗ്ലൂരിൽ മാത്രമല്ല, രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലും ഇതേ നിലപാടുകൾ തന്നെയാണ് ഈ ജിഹാദി ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു രാജ്യത്ത് ഒരു സർക്കാർ പ്രവർത്തിക്കുന്ന നമ്മളതിനെ ചിന്തിക്കുക, ഇവരെ മാറ്റി നിർത്തേണ്ടതല്ലേ? നരേന്ദ്രമോദി 2014 പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന് കൃത്യമായിട്ട് നല്ലത്. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേശീയവാദികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ജനങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കപ്പെടാനുള്ള ഒരു തരത്തിലുമുള്ള സാധ്യതയും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഭാരതത്തിൽ ഉണ്ടാകില്ല.